അടുത്ത ആഴ്ച ആദ്യം തന്നെ യുക്രൈൻ ഭരണാധികാരി വ്ളാഡിമിർ സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം അധികാരമേറ്റതിനു ശേഷം യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെക്കുറിച്ച് ട്രംപ് ഭരണകൂടം സൂചനകൾ നൽകി വരികയാണ്. എന്നാൽ ഇതുവരെ വിശദാംശങ്ങളൊന്നും തന്നെ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല. അടുത്തയാഴ്ച സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നും ആ ചർച്ച മിക്കവാറും അമേരിക്കയിൽ വെച്ച് ആയിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബായോട് ട്രംപ് അറിയിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ട്രംപ് ഇഷിബായെ അറിയിച്ചതായാണ് വിവരങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി താൻ നല്ല സൗഹൃദത്തിലാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 2022 ഫെബ്രുവരിയിൽ താൻ അധികാരത്തിലെത്തുകയാണെങ്കിൽ സംഘർഷം ഒരിക്കലും ആരംഭിക്കില്ലായിരുന്നുവെന്ന തന്റെ ദീർഘകാല വാദം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. യുക്രൈനിലെ അപൂർവ ഭൗമ നിക്ഷേപങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് സെലൻസ്കിയുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ നോക്കുകയാണെന്നും യുക്രൈനിലെ ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാനുള്ള വ്യവസ്ഥ അവർ പാലിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ തണലിൽ അവർ സുരക്ഷിതമായിരിക്കുമെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അമേരിക്കയെ അപേക്ഷിച്ച് പണവും മറ്റു വളരെ കുറച്ച് മാത്രമേ നാറ്റോ അംഗരാജ്യങ്ങൾ യുക്രൈനെതിരെ പിന്തുണയ്ക്കുന്നതിനായി ചെലവഴിക്കുന്നുവെന്നും ട്രംപ് വീണ്ടും ആരോപിച്ചു. അതേസമയം വരും ദിവസങ്ങളിൽ അതീവ പ്രാധാന്യമുള്ളതാണെന്നും അമേരിക്കയുമായുള്ള ബന്ധം നയതന്ത്ര ബന്ധം ഫലപ്രദമാക്കാൻ വേണ്ടത് ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം സെലൻസ്കി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു.